മഹാകവി കുമാരനാശാൻ ആരായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണി 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 അങ്ങോട്ട് പറയാൻ പറ്റും. ശ്രീനാരായണ ഗുരുവിന്റെ അന്തരംഗ ഗ്രഹസ്ഥ ശിഷ്യൻ നമ്പർ 1, SNDP യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി നമ്പർ 2. ഈ കവിത്വം അവിടെ നിൽക്കട്ടെ, അങ്ങോട്ട് നമുക്ക് വരണ്ട. കുമാരനാശാൻ വലിയൊരു സംരംഭകനായിരുന്നു. കുമാരനാശാൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും 4 മണിക്കൂർ നേരം അനർഘനിർഗളമായി പ്രസംഗിക്കുവാൻ സാധിക്കുന്ന വലിയൊരു പ്രാസംഗികനായിരുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും കുമാരനാശാന്റെ പ്രസംഗമൊക്കെ ശ്രീമൂലം പ്രജാസഭയിൽ ഇംഗ്ലീഷൊക്കെ കേട്ടിട്ട് ദിവാൻ വാട്സൊക്കെ ഞെട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ആ ഒരു പ്യുവർ ഇംഗ്ലീഷ് ഫോണറ്റിക്സ് കേട്ടിട്ട് അന്നത്തെ ഇംഗ്ലീഷ് ദീക്ഷണാശാലിയായ പ്രാസംഗികൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ, വലിയൊരു എന്റർപ്രണർ ആയിരുന്നു, സംരംഭകനായിരുന്നു. കുമാരനാശാന് ശാരദ ബുക്ക് എടുപ്പ് എന്ന് പറയുന്ന പുസ്തക പ്രസാധന കമ്പനി ഉണ്ടായിരുന്നു. ട്രാവൻകൂർ ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആലുവ ചങ്ങമനാട് സ്വന്തമായി ഓട്ട് നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു. ഒരു ബിസിനസ്സുകാരനായിരുന്നു കുമാരനാശാൻ. 1908 മുതൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു കുമാരനാശാൻ. ശിവഗിരിയിൽ ശാരദാമഠം നിർമ്മിക്കുവാൻ സാമുദ്രിപാദങ്ങൾ തീരുമാനിക്കുമ്പോൾ ശിവഗിരി ശാരദാമഠത്തിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാൻ. മഹാഗുരുവിന് വേണ്ടി ഗ്രാമാന്തരങ്ങൾ തോടും നടന്ന് SNDP യോഗം പടുത്തുയർത്തുവാൻ അഹോരാത്രം പ്രസംഗിച്ചൊരു പ്രാസംഗികനായിരുന്നു കുമാരനാശാൻ. 1923 കൊല്ലത്ത് നിന്നും അന്നത്തെ അസംബ്ലിയിലേക്ക് മത്സരിച്ച ആളാണ്, രാഷ്ട്രീയക്കാരാണ് കുമാരനാശാൻ. നമ്മളൊന്നും പറയത്തില്ലല്ലോ, നമ്മൾ ഈ 1-2 വാക്ക് നിർത്തിക്കളയും. കുമാരനാശാൻ ശ്രീമൂലം പ്രജാസഭയിൽ സംസാരിക്കുവാൻ എഴുന്നേക്കുമ്പോ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്, ഒരാളും മിണ്ടത്തില്ല. ദിവാനടക്കമുള്ള ആളുകൾ നിശബ്ദമായിരിക്കുമായിരുന്നു. അറിവിന്റെ വലിയൊരു പുഴ അങ്ങോട്ട് ഒഴുകുന്നേ, ആളുകൾ കുറിച്ചെടുക്കുമായിരുന്ന ആ രീതിയിലുള്ള വലിയ മഹാനായ, ഏതാണ്ട് 50 കൊല്ലം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ എങ്കിലും നമുക്കൊരു ജന്മം കൊണ്ട് പഠിച്ചു തീർക്കാൻ അപ്പുറത്ത് ഇനി കുമാരനാശാന്റെ കവിതകളിലോട്ട് ഞാൻ കടന്നിട്ടേ ഇല്ല കേട്ടോ, കടന്നിട്ടേ ഇല്ല. ആ രീതിയിലുള്ള മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുമാരനാശാന്റെ കവിത്വ സിദ്ധിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഭാഗം അങ്ങ് വിടാം. ഒരിക്കൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കാണാൻ വേണ്ടി എം കൃഷ്ണൻ നായർ വരികയാണ്. എം കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ ഈ സാഹിത്യ വാരഫലം എന്ന് പറയുന്ന ഒരു കോളം കലാകൗമുദിയിലാണോ കേരള, മറന്നുപോയി, കലാകൗമുദിയിലാണെന്ന് തോന്നുന്നു. എം കൃഷ്ണൻ നായർ, അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണോ? കലാകൗമുദിയിൽ സാഹിത്യ വാരഫലം എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടായിരുന്നു. സാഹിത്യ വാരഫലം എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിലും എഴുതുന്ന ആ വീക്കില്, പാസ്റ്റ് 1 വീക്കില് കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളെയും അനലൈസ് ചെയ്യുന്ന ഒരു കോളമായിരുന്നു സാഹിത്യ വാരഫലം. അതൊരു തലം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ സാഹിത്യ വാരഫലത്തിൽ എം കൃഷ്ണൻ നായർ പരാമർശിച്ചു എന്ന് പറഞ്ഞാൽ പോലും പുസ്തകത്തിന് സെല്ല് കൂടുമായിരുന്നു, പുസ്തകം ബെസ്റ്റ് സെല്ലറായി മാറുമായിരുന്നു. ആ രീതിയിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരുതരം ബൗദ്ധിക നിലവാരമുള്ള, വിവരമുള്ള ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾ, വായിക്കുന്ന ആളുകൾ, ബൗദ്ധികമായി ഉന്നത നിലവാരമുള്ള ആളുകൾ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എഴുത്തുകാരുടെയും ചിന്തകന്മാരുടെയും ഒക്കെ ഒരു ഗ്രൂപ്പായി ഇത് മാറി. ഈ സാഹിത്യ വാരഫലവും അതുമായി ബന്ധപ്പെട്ട, ഇന്നത്തെ പോലെ വാട്സപ്പ് ഫേസ്ബുക്ക് ഒന്നുമില്ല, കത്തുകളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ എം കൃഷ്ണൻ നായരുടെ സാഹിത്യ വാരഫലം അത്രയും ഇമേജുള്ള, മൈലേജുള്ളൊരു കോളമായി മാറി. ആ എം കൃഷ്ണൻ നായർ ഈ തരത്തിൽ കേരളത്തിലെ, മലയാളത്തിലെ സാഹിത്യത്തെ അനലൈസ് ചെയ്യുവാൻ പൊതുസമൂഹം അംഗീകരിച്ച് കൊടുത്തിട്ടുള്ള ഈ എം കൃഷ്ണൻ നായർ നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കാണുവാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്, ഇടപ്പള്ളിയിലുള്ള വീട്ടിലോട്ട്. അപ്പോൾ ആ സമയത്ത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കുമാരനാശാന്റെ ദുരവസ്ഥ വായിച്ചുകൊണ്ടിരിക്കുക. ദുരവസ്ഥ. അപ്പോൾ കുമാരനാശാന്റെ ഈ ദുരവസ്ഥ കണ്ടിട്ട്, ഇത് വായിക്കുന്നത് കണ്ടിട്ട് എം കൃഷ്ണൻ നായർ സ്വന്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ജാതി കുശുമ്പ്. അദ്ദേഹം പറയുക, അതുവരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ജാതി കുശുമ്പ് ഒരല്പം പുറത്തു വന്ന് കാണണം. ഇത് നമ്മൾ പറഞ്ഞതല്ല, കൃഷ്ണനായർ സാർ തന്നെ പറഞ്ഞതാ. എൻ്റെ ഉള്ളിലുള്ള ജാതി കുശുമ്പ് കൊണ്ടായിരിക്കും ഞാൻ കുമാരനാശാൻ എന്ന് പറയുന്ന ആ പേജിലേക്ക് നോക്കിയിട്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയോട് ചോദിച്ചു, ഇതൊക്കെയാണോ ഇപ്പോൾ വായന? ഇപ്പൊ കൃഷ്ണപിള്ളയ്ക്ക് മനസ്സിലായി, എൻ്റെ ഉള്ളിലെ ജാതി കൂടി ചേർന്നിട്ടാണ് ഒരല്പം പരിഹാസവും ഒരല്പം അവമതിപ്പോടുകൂടി ഞാനത് സംസാരിച്ചതെന്ന്. അപ്പോൾ കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ ഇതങ്ങ് മലയാളം കണ്ട ഏറ്റവും വലിയ വിലാപകാവ്യത്തിൻ്റെ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, നിരാശ കവിയുടെ ആ ഒരു ലെവലിൽ നമ്മളെ കരയിച്ചിട്ടുള്ള ആ ചങ്ങമ്പുഴ വാഴക്കുല എന്ന് പറയുന്ന ഒരൊറ്റ കവിതയിലൂടെ മലയപ്പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ വെച്ചെന്ന് പറഞ്ഞിട്ട് പിന്നീട് മാടമ്പി വന്ന ആ കൊല അങ്ങോട്ട് കൊട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ മാടമ്പിയോട് നമുക്ക് പോരാടുവാൻ ആവേശം തോന്നിക്കുന്ന തരത്തിൽ കവിത എഴുതിയിട്ടുള്ള ആ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പുസ്തകം മടക്കി വെച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ നായരെ, നീ ഇത് വായിച്ചിട്ടുണ്ടോ? ഈ ദുരവസ്ഥ എടുത്തിട്ട് ചോദിക്കുക,
ഏയ് ഞാൻ വായിച്ചിട്ടില്ലെന്ന്. വീണ്ടും എൻ്റെ ഉള്ളിലെ പുച്ഛമാന്ന കൃഷ്ണനായർ സാർ പറഞ്ഞ്, ഇതിലെ ഒരു വരി പോലെ, കുമാരനാശാൻ എഴുതിയിട്ടുള്ള ഈ കവിതയിലെ ഒരു വരി പോലെ എനിക്ക് എഴുതുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ എന്നെ കവി എന്ന് വിളിച്ചേനെന്ന് ചങ്ങമ്പുഴ പറഞ്ഞു കേട്ടോ. ഒരു വരി എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ എന്നെ കവി എന്ന് വിളിച്ചേനെന്ന. അതായിരുന്നു മഹാകവി കുമാരനാശാൻ.